ആരാ ചേച്ചി അപ്പുറത്ത്? നിന്റെ പുന്നാര അളിയൻ കൂടെ വഷലനുണ്ട് ചന്ദ്രൻ. എന്തിനാ ഇവറ്റകളൊക്കെ പഠിക്കാത്ത പറ്റിയ? കയറ്റിയല്ലോ, വിളിച്ചോണ്ട് വരികയല്ലേ. എന്താ ഉദ്ദേശം? എനിക്കറിയില്ല. കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു വിട്ടത് തന്നെ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. നീ ആയിട്ട് നമുക്കാരും ഇല്ലാത്തോരാ. ഈ വശീകരണത്തിന് വേണ്ടി നാരികളെ പ്രാപിക്കുമ്പോ ഇയാളായിരുന്നോ? താനാ പോന്നു? ഒരു കാര്യം. എന്താടോ? ആരോട് ചോദിച്ചിട്ടാ അതിനകത്ത് കയറ്റേ? അയാളെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തിയ ഗുണം എനിക്ക് മാത്രമല്ല, മൊത്തമാ. ഇനിയെങ്കിലും താൻ അതൊന്ന് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടിയല്ല. വേണ്ട, അത് കുറച്ച് മതി ഞങ്ങൾക്ക്. ഏതായാലും വിളിച്ചോണ്ട് വന്നു. കയ്യിലുള്ളത് അങ്ങ് തീർന്നോട്ടെ. വേണ്ടാന്ന്, ഇതൊന്നും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണം ഇയാളെ കൊണ്ട്, ഇല്ലെങ്കിൽ വിളിച്ചു പോയി ആളെ കൊട്ടും. ഒച്ച ഉണ്ടാക്കാതെ താൻ അപ്പുറത്തേക്ക് പൊയ്ക്കോളൂ. ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. പൊയ്ക്കോളൂ നീ. അതെ, വേറൊന്നും അല്ല. ആ ചെറുക്കൻ വന്ന് കയറുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? അവന്റെ മുമ്പ് കൂടി അവൾക്ക് കടന്നു വരാൻ ഒരു സങ്കോചം, അത്രേ ഉള്ളൂ. സാരമില്ല, നമുക്കൊന്നുകൂടെ ഒന്ന് ഇണക്കിയിട്ട് ഇനിയൊരു ദിവസം ഇപ്പൊ നമുക്ക് ലോഡ്ജിലേക്ക് പോകും. അവിടെ ആകുമ്പോൾ നല്ല തണുത്ത സോഡയും കിട്ടും. വരിക, പോവാം. ഇനി ഒരു ദിവസം നമ്മൾ വേഷമായിട്ട് കലക്കും, അതേ ഉള്ളൂ. ഈ ചെക്കൻ വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? സ്ത്രീധനം കൊടുക്കാനില്ലാണ്ട് അച്ഛൻ കണ്ടുപിടിച്ചൊരു സംബന്ധക്കാരനെ. ഇങ്ങനെയൊക്കെ വന്ന് പെടുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അച്ഛൻ ഇത് ആലോചിച്ചത്. മക്കൾക്ക് നന്മ ഉണ്ടാവണമെന്നല്ലേ അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം വേണ്ടാന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. കിട്ടിയതുകൊണ്ടൊന്നും മതിയായിട്ടില്ല അയാൾക്ക്. കാണിച്ചു കൊടുക്കാം. ഉണ്ണി, ഗോവിന്ദോട്ടോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട. അറിഞ്ഞാൽ അത് മതി. അല്ലാണ്ട് എന്നെ ഒരുപാടായി നമുക്ക് വേണ്ടി. ആർക്കാ ചെല്ലപ്പ ഇക്കൊല്ലത്തെ കോൺട്രാക്ട്? എന്താ ഇത്ര സംശയം? എല്ലാ കൊല്ലത്തെ പോലെ പുത്തൻപുരക്കിലെ ചന്ദ്രൻ കുഞ്ഞിന്. ഓഹോ, എന്നാ ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? താൻ 2 ചായ. എന്നാ കേട്ടോ, ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തൻ കോൺട്രാക്ട് പിടിച്ചു. തമിഴ്നാട്ടിൽ നിന്നോ? ഈ നാട്ടിലോ? സംശയം ഉണ്ടെങ്കിൽ ദേ പപ്പൻ ചേട്ടനോട് ചോദിച്ചാട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് TVയിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ എത്തും. ആളിനി മണൽ കോൺട്രാക്ട് ആണോ അബ്കാരിയാണോ? വാച്ചർക്ക് എല്ലാം ഒരുപോലെയാ. 15 ലോറിയാ തമിഴ്നാട്ടിൽ നിന്ന് വരണേ. ലോറിക്ക് 2 വെച്ച് 30 പേര്. രാമൻകുട്ടിക്ക് കോള് തന്നെ. 2 3 പണിക്കാരെ കൂടെ നിർത്തിക്കോ. അപ്പുറത്തൊരു ചാർത്ത എറിക്കാലോ എന്ന് ആലോചിക്കുക. താമസത്തിന്റെ വകയിലും വല്ലത് തടയൂലോ. തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയാണ് പ്രധാനം. എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാ വലുത്. ഒറ്റ വണ്ടി ഇറക്കില്ല, കൊടി പൊക്കും ഞാൻ. ഇതിന്റെ സത്യം ഒന്ന് അറിഞ്ഞിട്ട് വരാം. ഞാൻ ഈ കേട്ടത് സത്യമാണോ? സത്യമാണ്. ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല. കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു എന്ന് കടലാസ് വന്നു. ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ. എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാര്. ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ? നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനമൊന്നുമില്ല. ഞാൻ അന്വേഷിക്കാണ്ടിരിക്കുവോ? മോളിൽ നിന്ന് കയറി വെട്ടിയിരിക്കുക. അപ്പൊ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ? ചെയ്യാൻ പലതും ഉണ്ട്. അത് ഞാനിനി പറഞ്ഞു തരണോ? ചെല്ലപ്പനില്ലേ കൂടെ? വന്നാൽ അയാളെ ഇവിടെ നിർത്തി പൊറപ്പിക്കരുത്. അതിലാ കാണണ്ട് ചെല്ലപ്പന്റെ മെടുക്ക്. വന്ന വഴിക്ക് കെട്ടുകെട്ടണം. അതിനുള്ള വഴിമരുന്ന് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഒളിക്കണ്ട ഒളിക്കണ്ട, ഞാനാണ്. ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷമിട്ട് നടന്നാൽ ഒരു 35-40. അതിൽ കൂടുതൽ പറയില്ല അപ്പുമ്മയ്ക്ക് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇനിയും വൈകിപ്പോയിട്ടില്ലാന്നർത്ഥം. കൊച്ചേ, ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ. അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ. അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തടി, അതാ സുഖം. വയ്യാണ്ട് എവിടെയെങ്കിലും കിടക്കുമ്പോഴറിയാം. എന്നും ചാവടി വന്ന് വിളമ്പി തരാൻ ഞാനുണ്ടാവില്ല. നീ എവിടെ പോ? ഞാൻ അങ്ങനെ. പക്ഷെ അതിനും തറവാട്ടിലെ കാരണവരുടെ സമ്മതം വേണം. സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും. അതാ ഇവിടുത്തെ പതിവ്. വയ്ക്കോ. വേണ്ട.
നന്ദിനി, ഉം? എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? നിനക്കവനെ ശരിക്കും ഇഷ്ടമാണോ അതോ അതോ അവനെ കളിയാക്കാണോ? അപ്പുമാമയ്ക്ക് അങ്ങനെയാണ് തോന്നിയേ? തോന്നിയാൽ തന്നെ എന്താ തെറ്റ്? അവനോടും അവന്റെ അമ്മയോടും നിറവുകേടല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര്? നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ടാ ചോദിക്കണേ. ആർ യു സീരിയസ്? ഗോവിന്ദേട്ടൻ ഇങ്ങനെയായി പോണതില് എനിക്ക് വിഷമമുണ്ട്. വിഷമം എനിക്കുണ്ട്. അതല്ല ചോദിക്കണേ. അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിനക്കുണ്ടോ എന്നാണ്. അത്രയ്ക്കൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലേ അപ്പുമാമേ? ആലോചിക്കണം. ആലോചിക്കാൻ സമയമായി. എതിർക്കാനേ ഉണ്ടാവൂ എല്ലാരും. ആരും ഇല്ലെങ്കിലും അപ്പുഅമ്മ ഉണ്ടാവും. ഈ ചാവടിയും പറമ്പും എന്റെ പേരില്ല. അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ ഒരു വീതം. ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാതരൊന്നും ആവില്ല. ചെല്ലേ, ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്. வணக்கம் பெரியவரே. வணக்கம். வாங்க. ഇന്ന് ഒരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി. നാളെ മുതൽ ഇവിടെ ഉണ്ടാക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പച്ചക്കറി എങ്കിൽ പച്ചക്കറി, മത്സ്യമാംസാദികളെങ്കിൽ അത്. സാപ്പിടുമ്പോ എന്തോ சாப்பிடுவேன். എന്താ വേണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറയണം. നല്ല സാധനം കിട്ടുന്ന സ്ഥലമല്ല ഇത്. നേരത്തെ പറഞ്ഞാൽ മിലിറ്ററി സംഘടിപ്പിക്കാം. മിലിറ്ററി கேரியல்ல என்ன இருக்கு? സാപ്പാട്. அது போதும். അതല്ല, തണ്ണി സാപ്പിടുവാ. തണ്ണി தண்ணி சாப்பாட்டுக்கு அப்புறம். അയ്യോ, ഇവിടെയൊക്കെ പതിവ് തിരിച്ചാ. ആദ്യം തണ്ണി പിന്നെ ചാപ്പാട്. ஓ, அந்த தண்ணியா? அதெல்லாம் தேவையில்லை. தேவையில்லை சொல்றேன். ഛോ, നീ പോടാ, പോയി പണിയോക്കടാ. അത് വണ്ടി താഴ്ത്തുന്ന. അത് ഇവിടെ പതിവാ. ശ്രദ്ധിക്കാനൊന്നും പോണ്ട. പോടാ പോടാ. പപ്പേട്ടാ, ഒരു കഷ്ണം ഐസിങ് എടുത്തേ. ഇവിടെ ഐസും ഇല്ല, ഫ്രൂട്ട് സാലഡും ഇല്ല. ഈ സർവത്തിലിട്ട് കുടിക്കാനൊന്നും അല്ല, നെറ്റിയിലെ ചോര കഴിക്കാനാ. അതിന് വല്ല ആശുപത്രിയിലും പോവുക നല്ലത്. ഫ്രിഡ്ജിന്റെ ലൈസ് இருக்குல்ல, கொண்டு வந்து விடு. അല്ല സാർ. போயா. ഇയാൾക്ക് ഇതെന്താ പറഞ്ഞാ കേട്ടാ എന്താ? പോയി രണ്ടു മൂന്ന് വലിയ കഷ്ടം എടുത്തോണ്ടേ. அடே, ரத்தம் வருதுப்பா. വേണ്ട, ഈ നല്ല തുണിയിൽ രക്തം തുടക്കണ്ട, ഞാൻ തുടച്ചോളാം. ഇതിന് നാളെ കേസായി കോടതിയിൽ ചെന്നാ ഐസ് എന്നതിന്റെ പേര് സാക്ഷി പറയാനൊന്നും വരണ്ട. ഇതാരും തല്ലിയതും കുത്തിയതൊന്നും അല്ല. പിടിച്ചു തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാ. ഇതിലാർക്കാ കംപ്ലൈന്റ്? தம்பி, என்ன விஷயம்? വിഷയമൊന്നുമില്ലേ. ഈ കടവെന്ന് പറയുന്നത് കുളിക്കാനും കഴുകാനും ഒക്കെ കൂടാ. ഞാൻ എന്റെ ട്രാക്ടറും കൊണ്ട് കഴുകാൻ ചെന്നപ്പോൾ അവൻ ഒക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്പാൻഡർ വെച്ച് അവന്റെ തലയ്ക്ക് അടി വെച്ച് കൊടുത്തു. അവൻ പിടിച്ച് തള്ളി, അങ്ങനെ ചോര വന്നു. ഒരു കാര്യം പറയാൻ മറന്നുപോയി. താങ്ക്സ്. നോ മെൻഷൻ. ഇയാളോട് ആരാ താങ്ക്സ് പറഞ്ഞേ?
ഇങ്ങേര് പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നത്. താങ്ക്സ് ഇങ്ങേർക്കല്ലേ. നന്ദി. അധികം അടുപ്പിക്കാൻ കൊള്ളൂല സാറേ. അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത്. ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിയും കൊണ്ട് അകത്തേക്ക് വരും. പിന്നെ ഇതിന്റെ ഉമ്മർത്താവും കുടിയും തമ്മിൽ തല്ലും. எண்ணிட்டியா? எத்தனை ஆளு, எவ்வளவு வண்டி? 35 லாரிங்க ஐயா, 350 ஆளுங்க. സുബ്രഹ്മണ്യം മുതലാളിയല്ലേ? ഞാൻ ചെല്ലപ്പൻ, ഇവിടുത്തെ മണൽവാരി തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാ. யூனியனுக்கு தானே செக்ரட்டரி? ஓடுற ஆத்து காழ்ற மணலுக்கு முதலாளி இல்லையே. வந்த விஷயத்தை பாரா. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 5 പണിക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ 10 പേരെ ഇവിടുന്ന് എടുക്കണം. 10 ലോറി അവിടുന്ന് വന്നാൽ 15 ലോറി ഇവിടുന്ന് വിളിക്കണം. ലോഡൊന്നിന് ഞങ്ങൾ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ കാശ് കൃത്യമായി കിട്ടുകയും വേണം. என்னடா அது வம்பு? கான்ட்ராக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன்லாம் கண்டுட்டு இல்லையே. வேற மாதிரி கண்டிஷன்ஸ்ல கையெழுத்திட்டு. അത് സർക്കാർ കാര്യം, ഇത് യൂണിയൻ കാര്യം. ஓ யா, அப்ப நம்ம 2 பேரும் ஒரு காரியம் செய்யலாம். அரசாங்க சட்ட பிரகாரம் நான் செய்யறேன், யூனியன் சட்ட பிரகாரம் நீ செய். ഏത് വേണമെന്നാലും സെയ്. അങ്ങനെ പുറത്തുനിന്ന് ആരും ഇവിടെ വന്ന് സൈൻ ചെയ്തിട്ടില്ല. ഈ നാട് അല്പം കുഴപ്പമാണ്. ഈ ലോക மேப்ல எத்தனை ஊர் இருக்கோ அத்தனையிலையும் காலடி வச்சுட்டு வந்தவனா. உன் உருட்டல் மிரட்டல்லாம் என்கிட்ட வச்சுக்காத. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ല. ആലോചിച്ചിട്ട് മതി, തിരക്കില്ല. അവരിവിടുത്തെ കൊടി കുത്തിയ ആളുകളാ. നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. കയ്യിൽ നിന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം. വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന? எனக்கு வெளியூர் உள்ளூர்னு வித்தியாசம் கிடையாது. எல்லா ஊரும் என் ஊர் தான். யாதும் ஊரே யாவரும் கேளீர். எனக்கு ഒരുപാട് ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവനും. ஏதாவது சொல்லணும்னா ஒரு பேப்பர்ல எழுது, கொண்டுட்டு போய் போலீஸ் ஸ்டேஷன்ல கொடு, இல்லாட்டி போனா கோர்ட்ல கொண்டுட்டு போய் கொடு. இனிமே உன்கிட்ட சம்சாரிக்கணும்னு அவசியம் கிடையாது. ஓ படா. ചെറുപ്പത്തിലെ ഞാൻ നമ്പൂതിരിക്കട്ടെ ഒരുപാട് എടുത്ത് നടന്നിട്ടുള്ളതാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടവന്റെ പാടവും പറമ്പും നിരങ്ങാൻ കിട്ടുന്ന കാശോണ്ടേ മാസാമാസം വണ്ടിയുടെ തവണ അടയ്ക്കാൻ തികയൂല. ഇതാവുമ്പോ 3 മാസത്തേക്ക് വേറൊരു പണി അന്വേഷിക്കണ്ട. ദിവസവും പണി. കാശിത്തിരി കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും. തമിഴന്മാര് നിറവുള്ളവരാ. ഓഹോ. തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കായിരുന്നാ മതി. തോന്നുട്ടേട്ടൻ തഞ്ചത്തിലാ മുതലാളിയെ കണ്ട് സംസാരിച്ച സബ് കോൺട്രാക്ട് നമുക്ക് കിട്ടും, ഉറപ്പാ. ഓ ശരി 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 ശരി. മുതലാളിയോട് നീ പറഞ്ഞാ മതി. അതെന്താ? എനിക്കൊരു മൂടില്ല. അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കി അതിനിടയില്. ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞാൽ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും. ചെല്ലേ. ഓ ഞാൻ പറയാം, ഞാൻ നല്ല മൂടില്ലല്ലോ. ആ ചെല്ലേ ചെല്ലേ. തമിഴ് പറയേണ്ടി വരുമോ? ഇയാള് കുറച്ചാള് കഥകളിയൊക്കെ പഠിച്ചതല്ലയോ? ചെന്ന് ആംഗ്യത്തിൽ ചോദിക്കേ. ചിലപ്പോ ആ നമസ്കാരം. என்னப்பா? മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ. அந்த வண்டி யாருது? ഗോന്നുകുട്ടിയേട്ടന്റെ. ஓ அவனா? எதா ஓய் சுகந்தனியோ? ആ അതെ. ஐஸ் ஐஸ் வேணுமா? വേണ്ട. நாளைக்கு வேலைக்கு வந்து. മുതലാളി നേരത്തെ അറിയോ? നിനക്ക് മാത്രമേ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതുള്ളൂ. അറിയോ? കേറ് കേറ് നീ വാ.